മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്ന് പരാതി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ബർക്കത്തില്ല എന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തില്ലേ? എങ്കിൽ ബർക്കത്തില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിലൊന്ന് കേൾക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, വീട്ടിൽ ബർക്കത്തില്ല, അതിനൊരു പരിഹാരമാണ്. അതിനാണല്ലോ മുത്തുനബിയുടെ ചാരത്തേക്ക് വന്നിട്ടുള്ളത്. മുത്തുനബിയുടെ ചാരത്തേക്ക് അങ്ങനെ സഹാബത്ത് പല ആവലാദികളും വേവലാദികളും ഒക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ ഒപ്പം ഇരുത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മുത്തുനബി ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു പരിഹാരമാണ്. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതിലായിരിക്കും കമൻറ്റ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നോക്കൂ, നിങ്ങൾ എന്താണ് പരിഹാരം? മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് ആയത്തുൽ കുർസി അറിയില്ലേ? മുഴുവനായി കേൾക്ക്. നിങ്ങൾക്ക് ആയത്തുൽ കുർസി അറിയില്ലേ എന്ന് ആ സഹാബിയോട് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സഹാബി പറഞ്ഞു, അതെ, ആയത്തുൽ കുർസി അറിയാം. എങ്കിൽ ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യണം അധികമായിട്ട് എന്നാണ് മുത്തുനബി ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആയത്തുൽ കുർസി അറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറേ സമ്പത്ത് വരിക എന്നുള്ളതല്ല, ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും തികയുക എന്നുള്ളതാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, കുറഞ്ഞ ശമ്പളമേ വാങ്ങുന്നുണ്ടാകുള്ളൂ, പക്ഷേ എല്ലാത്തിനും അയാൾക്ക് തികയുന്നുണ്ടാകും. എന്നാൽ ചിലർക്കോ വലിയ ശമ്പളം ഉണ്ടാകും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പോലെയുള്ള ആളുകൾ, വലിയ വലിയ ശമ്പളങ്ങൾ വാങ്ങുന്ന ആളുകൾ, വലിയ ഉന്നതമായ ജോലിയുള്ള ആളുകൾ, പക്ഷേ അവർക്ക് അവരുടെ ആവശ്യത്തിന് ആ പണം തികയുന്നേയില്ല. ഇതാണ് ബർക്കത്തില്ല എന്ന് പറയുന്നത്. അവർക്കൊന്നും രോഗമാണ്, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. നമുക്കതിൽ നിന്നൊരു കാവൽ കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി അധികമായി പാരായണം ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വീണ്ടും കാണാം. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.